അപ്പോൾ കടലപ്പുഴുക്ക് അഥവാ കടല റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആദ്യം വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം 1/4 സ്പൂൺ പെരിഞ്ജീരകവും 2 വറ്റൽമുളകും ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ആവശ്യമുണ്ട്. അപ്പോൾ തേങ്ങാക്കൊത്ത് ചെറിയ പീസാക്കി ഞാൻ ഇവിടെ നുറുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വെളിച്ചെണ്ണയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതൊന്ന് മൂത്ത് വന്ന നേരത്തെ 12 അല്ലി വെളുത്തുള്ളിയും അത്ര തന്നെ ചുവന്നുള്ളിയും കൂടി ചതച്ചെടുത്തതാണ്. അതും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. കടല ഞാൻ മുന്നേ ഉപ്പ് ചേർത്ത് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതെല്ലാവർക്കും അറിയാവുന്നതാണല്ലോ കടലയൊക്കെ വേവിക്കാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടി സമയം കളയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അതൊന്നും കാണിക്കാഞ്ഞത് കേട്ടോ. നമ്മൾ ചേർത്ത് കൊടുത്ത ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. 200 ഗ്രാം കടലയുടെ അളവിനനുസരിച്ചാണ് ഞാൻ ഈ പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1 സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 സ്പൂൺ മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയാണ്. പിന്നെ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1/2 സ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇതാ പൊടികളൊക്കെ അത്യാവശ്യം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് ഇളക്കിയതിന് ശേഷം നമ്മൾ ആദ്യം വേവിച്ച് വെച്ചിട്ടുള്ള കടല ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. അതിൽ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വറ്റിച്ചെടുക്കണം. ആ സമയം കൊണ്ട് നമുക്കൊരു ചെറിയ ടിപ്പ് കൂടിയുണ്ട്. കടല ചേർത്ത് കൊടുക്കാം. അതിൽ കുറച്ച് വെള്ളം ഉണ്ട് കേട്ടോ, അതൊന്നും നമുക്ക് വറ്റിച്ചെടുക്കാനുണ്ട്. ഒന്ന് വറ്റി വരുന്ന സമയം കൊണ്ട് നമുക്കൊരു ചെറിയൊരു പൊടിക്കൈ കൂടി ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ അത് അവിടെ കിടന്ന് വറ്റട്ടെ. 1/4 സ്പൂൺ പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു ഏലക്കായ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 5-8 മണി കുരുമുളക്, അതൊക്കെ നമ്മൾ ചേർത്തിട്ടുള്ളതാണ്. എങ്കിലും ലാസ്റ്റ് ഇതൊന്ന് ചെയ്ത് നോക്കണം നിങ്ങൾ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ശേഷം ഏലക്കായയുടെ ആ തൊലി ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ, നമുക്ക് കടല എന്തായി എന്ന് നോക്കാം. അപ്പോൾ ഇതേ കടലയിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം നമുക്ക്. ഈ ഒരു ടിപ്സ് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപാര ടേസ്റ്റാണ് ഈ കറിക്ക്. ഒരു ബീഫ് ഫ്രൈയുടെ ഒക്കെ ഒരു ഫ്ലേവറോട് കൂടിയിട്ടുള്ളൊരു കടലക്കറിയാണ്. അപ്പോൾ ഇത് ബീഫ് ഫ്രൈയിലും ചിക്കൻ റോസ്റ്റിലൊക്കെ നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഈ ടിപ്പ്. അപ്പം എല്ലാവർക്കും ഇത് ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വൈകിട്ട് ചായയുടെ കൂടെയും പിന്നെ കഞ്ഞിക്കും ചോറിനും എല്ലാം പോകുന്ന നല്ലൊരു കോമ്പിനേഷനാണ്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ.